ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി രേഖപ്പെടുത്തി തന്റെ ഫതാവൽ കുബറയുടെ 1-ാമത്തെ വാല്യം 204-ാമത്തെ പേജിൽ പറഞ്ഞു, അൽ ആന മുഹഖഖത്തുൻ അൽ ഫിത്നതു അൽ ആന മുഹഖഖ, ഫിത്ന ഇക്കാലത്ത് സുദൃഢമാണ്, ഉറപ്പാണ്. അതുകൊണ്ട് പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല. ഫസ്സവാബു അൽ ജസ്മു ബിത്തഹ്രീം, അതുകൊണ്ട് ശരിയായ അഭിപ്രായം പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകൽ ഹറാമാണ് എന്ന ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ എന്ന് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ അൽ ഫതാവൽ കുബറ മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറയുന്നു, വമഫാസിദു ഖുറൂജിൻ അൽ ആന മുഹഖഖത്തുൻ, ഇക്കാലത്ത് ഫിത്ന ഉണ്ടെന്നതിൽ യാതൊരു സംശയമേ ഇല്ല എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പഠിപ്പിക്കുന്നു. എന്നിട്ട് മഹാൻ പറയുകയാണ്, ഫസ്സവാബു അൽ ജസ്മു ബിത്തഹരീമി വൽ ഫത്വാ ബിഹി, എന്നിട്ട് പറയുന്നു വഹാദ ഹസ്ലു മദ്ഹബിനാ, നമ്മുടെ മദ്ഹബ് എന്ന് പറയുന്ന ശാഫി മദ്ഹബ് എന്ന് പറയുന്നത് ഹറാം കൊണ്ട് വിധിക്കപ്പെടേണ്ടതാണ് എന്നാണ്. സ്ത്രീകൾ പരപുരുഷന്മാരോടൊപ്പം പങ്കെടുക്കുന്ന ജുമ ജമാഅത്തുകൾക്ക് വേണ്ടി പുറപ്പെടുന്നത് ഹറാമാണെന്നതാണ് നമ്മുടെ മദ്ഹബിന്റെ ഹസ്ൽ എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ കുബറയിൽ വ്യക്തമായി 7 ഷർത്തുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ 7 ഷർത്തും ഓക്കെ ആണെങ്കിൽ പെണ്ണ് പള്ളി പോലെ കറാഹത്തുകൾ നമ്മൾ ഹറാം തടയില്ല. ഒന്ന്, വഹല്ലാത്തകുന മുത്തയ്യിബതൻ, പോവുകയാണെങ്കിൽ ആ സ്ത്രീ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ഹദീസിൽ വന്ന ഷർത്താണ് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അത് സുഗന്ധം ഉപയോഗിക്കാതെ പോകാൻ നോക്കുക, തൽക്കാലം ഇപ്പൊ സ്പ്രേ അടിക്കണ്ട, അത്ര ഉപയോഗിക്കണ്ട, ഒക്കെ ഒപ്പിക്കാം. രണ്ടാമത്തെ ഷർത്ത് വല മുത്തസയ്യിനത്തൻ, ചമഞ്ഞൊരുങ്ങി അടിപൊളിയായി പോകാനും പാടില്ല. വസ്ത്രമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ആഭരണമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അതും ഒപ്പിക്കാം. വേണമെങ്കിൽ വില കുറഞ്ഞ ഒരു പർദ്ദയൊക്കെ വാങ്ങിയിട്ട് പോകാം. വല ലാത്ത ഹലാഹിൽ ഇസ്മാ സൗത്തുഹ, പുറത്തേക്ക് ശബ്ദം കേൾക്കുന്ന കിലുങ്ങുന്ന പാദസരം പോലുള്ള ആഭരണങ്ങൾ അണിയാൻ പാടില്ല. ഒക്കെ അവിടെയാണ് കണക്ക്. ഈ ആണുങ്ങളെ ആകർഷിക്കുന്ന ഒരു ഘടകം ഉണ്ടാകാൻ പാടില്ല എന്ന സാഹചര്യം. അപ്പൊ കൃത്യമായി ഇതൊക്കെ ഖുർആനും ഹദീസിലും പറഞ്ഞ വിഷയമാണ്. അടുത്ത ഷർത്ത് ഇന്നുമായിട്ട് അങ്ങനത്തെ ആഭരണം വേണ്ട നിൽക്കുക. വല ലാത്ത ഹലാഹിൽ ഇസ്മാ സൗത്തുഹ വല സിയാബ് ഫാഹിറ, വില കൂടിയ വസ്ത്രങ്ങളും ധരിക്കാൻ പാടില്ല. വല മുഖ്തലിത്തം ബിർരിജാൽ, അന്യ പുരുഷന്മാരുമായി കൂടിക്കലരാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. അന്ന് കുറച്ച് പ്രശ്നം. പോണ വഴിക്ക് ആണുങ്ങളൊക്കെ മാറിക്കോളും, ഞങ്ങൾ പെണ്ണുങ്ങൾ പോകാൻ ടൈമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇരിക്കട്ടെ. കാറുണ്ടെങ്കിൽ കാറിൽ നേരെ പോയാൽ മതി പള്ളിന്റെ ഗേറ്റിങ്ങൾക്ക്. അടുത്ത ഷർത്ത് വല ഷാബത്തൻ, യുവതികളാകാനും പാടില്ല. യുവതികൾക്ക് പറ്റില്ല, ആവശ്യപ്പെടുന്ന മൊത്തം യുവതികളാ. ഇന്ന് കിഴവികൾക്ക് പോയിക്കൂടെ, എന്തിനാ പറ്റത്തഴിയണത്? വനഹ്വഹ, യുവതികളെ പോലെ കണ്ടാൽ ആഗ്രഹം ജനിക്കപ്പെടാവുന്ന കിഴവികൾക്കും പറ്റില്ല. മിമ്മ യുഫ്തത്തനു ബിഹ, എന്നാ പിന്നെ ആർക്കാ പിന്നെ പോകാൻ പറ്റുക? കണ്ടാൽ ആകർഷകത്വമില്ലാത്ത കിഴവികൾക്കും പറ്റൂല. പിന്നെ ഏത് തരം കിഴവികളാ? വാശിയേറിയ ഇലക്ഷനൊക്കെ നടക്കുകയാണെങ്കിൽ ചില ഉമ്മമാരുണ്ട്, ചെറുപ്പക്കാർ പിടിച്ചിട്ട് കസേരയിട്ട് ഇരുത്തും, വോട്ട് പോകരുത് എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിടിച്ച് വലിച്ച് കസേരയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഉമ്മമാർക്ക് പോകാണെങ്കിൽ പോകാം എന്നാണ് അടുത്തത്. പക്ഷേ അങ്ങനെ പോകാൻ പറ്റുമോ? അതിന് പറയാണ് വല്ലായകുന ഫി ത്വരീഖി, വഴിയിൽ ഉണ്ടാകാൻ പാടില്ല. ഫസാദ്, അവളിൽ നിന്നോ അവളുടെ മേലിലോ വഴിയിൽ ഫിത്തന ഫസാദ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാകാൻ പാടില്ല. ഫിത്തന നേരത്തെ സൂചിപ്പിച്ചു. അന്യ ഒരു പുരുഷൻ മനഃപൂർവ്വം ദൃഷ്ടി നോക്കുന്ന പോലും ഫിത്തനയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഷർത്തുകൾ പാലിക്കപ്പെടാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് അത് ഹറാമാണെന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വിശദീകരിച്ചു. ഞങ്ങൾ പള്ളി കയറ്റൂല. നമ്മളെ പള്ളിയിൽ നിസ്കരിക്കാൻ അവർക്ക് വേറെ സൗകര്യമുണ്ട്. ആര് പറഞ്ഞാലും ശരീഅത്ത് പ്രകാരം ലോകത്ത് മുഴുവനും മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ വരേണ്ടതില്ലെന്ന് ഏകകണ്ഠമായി പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏതാനും ചില ഈ മുജാഹിദ് ജമാഅത്ത് ലോബികൾ ഒഴിച്ച് ലോകത്ത് എവിടെയും ഇവരുടേതായ ഈ വാദം ഇല്ല എന്നതാണ്. നമ്മുടെ പോക്ക്, നമ്മുടെ എല്ലാ നിലയിലും ശംസുൽ ഉലമ എന്ത് പറഞ്ഞു, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാട് എന്തായിരുന്നു, അതൊക്കെ സ്ത്രീകളുടെ ജുമാ ജമാഅത്തിനെ പറ്റി പറയുമ്പോഴും അതുപോലെ തവസ്സുൽ ഇസ്തിഗാസനെ പറ്റി പറയുമ്പോഴും ഒക്കെ നമ്മൾക്ക് പറയാനുള്ളത് അതന്നെ. പത്രക്കാർ ചോദിച്ചാലും പറയും, വേറെ ആൾക്കാരെയും ചോദിച്ചാലും പറയും. ഇപ്പൊ അടുത്ത് ഏറ്റവും പ്രധാനമായ ഒരു സമ്മേളനം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് യോഗം നടക്കുക. അതിന്റെ ഒരു പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് എത്തിയപ്പോ അന്നാണ് സുപ്രീം കോർട്ട് സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തെ പറ്റി പറഞ്ഞു. ഇന്ന് അതിനെ പറ്റി പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ
കോടതിയിലുള്ള വലിയ ആളുകളുമായി, സുപ്രീം കോടതിയിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവരുടെ സംസാരത്തിൽ ആരാണ് നിങ്ങളോട് ഈ പള്ളിയിലേക്ക്, കണ്ട പള്ളിക്കൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു എന്നാ. അപ്പൊ അത് വേണ്ടാന്നുള്ളടത്തേക്ക് അപ്പൊ സുപ്രീം കോടതി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിലക്കാണ് അവർ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമ്മളുടെ ലൈന് ഷംസുൽ ഉലമ ഉസ്താദും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കളും ഏത് നിലക്ക് പറഞ്ഞോ ആ നിലക്കാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും വരുന്ന കാലങ്ങളിൽ തീർച്ചയായും നമ്മുടെ മഹല്ലുകളിലും പള്ളികളിലും അതുപോലെ നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടും ഈ ലൈനിൽ തന്നെ അടിയുറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. മഹാന്മാരുടെ ബർക്കത്ത് നമുക്കുണ്ടാകും. അതിന് അല്ലാഹു സഹായിക്കുമാറാവട്ടെ.